തിരുനാവായ പഞ്ചായത്തിൽ വികസന മുരടിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പഞ്ചായത്തിന്റെ പ്രശ്നമല്ലെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മാത്രം പ്രശ്നമാണെന്നും ലീഗ് ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ആവശ്യമായ സമയങ്ങളിൽ മാറ്റങ്ങൾ വരാറുണ്ട്. ആ ഒരു രീതിയിലുള്ള മാറ്റം പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്ക് ചെറിയൊരു മാറ്റമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. പ്രസിഡന്റ് മാത്രമാണ് നേരത്തെ മാറിയത്. ഇപ്പോ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒരുമിച്ച് ഞങ്ങളെയൊക്കെ കാലത്ത് 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ 5 പ്രസിഡന്റുമാർ വന്നെങ്കിലും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയപ്പോ ലീഗ് തന്നെ മുന്നണി സംവിധാനത്തിൽ ഒറ്റക്ക് 13 സീറ്റുകൾ നേടിക്കൊണ്ടാണ് ഇവിടെ അധികാരത്തിൽ തിരിച്ചു വന്നത്. അപ്പൊ ഈ പ്രസിഡന്റ് മാറ്റം എന്ന് പറയുന്നത് വികസനത്തെ ബാധിക്കുന്നത് തുടർ പ്രക്രിയയാണ്. ഇപ്പൊ കഴിഞ്ഞ സാമ്പത്തിക വർഷമുള്ള വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളുടെ DPC അംഗീകാരം വരെ കഴിഞ്ഞു. ചിലതൊക്കെ നടപ്പിലായി, ചിലതൊക്കെ അതിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു. ടെൻഡർ പ്രോസസ്സും മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി റിവിഷൻ മാത്രമാണ് കാര്യമായിട്ട് നടക്കാനുള്ളത്. അത് ഒരു തുടർ പ്രക്രിയ എന്നുള്ള നിലക്ക് അതിൽ നേതൃത്വം കൊടുക്കാനാണ് പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ ഇവിടെ വികസന പ്രവർത്തന രംഗത്ത് ചില പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് കേരളം ഭരിക്കുന്ന സർക്കാർ ജനാധിപത്യ രീതിയിലുള്ള അധികാര വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിൽ നൽകിയ ഫണ്ടുകൾ തിരിച്ചെടുക്കുകയും അതിന് സാങ്കേതികമായ പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നടപ്പിലാക്കുന്നിടത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ പ്രസിഡന്റ് മാറ്റത്തെ എതിർക്കുന്ന ഇവിടുത്തെ ഈ പഞ്ചായത്തിലെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയേണ്ടത് കേരളം ഭരിക്കുന്ന സർക്കാരിനോടാണ്. അവര് അധികാര വികേന്ദ്രീകരണത്തിന്റെ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ കടക്കൽ പോലും കത്തിവെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തുകൾക്ക് അനുവദിച്ച ഫണ്ട് അവരുടെ തനത് ഫണ്ടുകൾ വരെ ചെലവഴിക്കുന്നതിന് പുതിയ പുതിയ നിർദ്ദേശങ്ങളുമായി അവരുടെ ഭരണത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉപാധികളായി അതിനെ മാറ്റുന്ന രീതിയിലുള്ള ഭരണത്തിൽ കേട്ടുകേൾവിയില്ലാത്ത പുതിയ പുതിയ സംവിധാനങ്ങളുമായി വരികയാണ്. പഞ്ചായത്ത് രാജ് നിയമം രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം ജനകീയാസൂത്രണം എന്ന പേരിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതൊക്കെ നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന ഗവൺമെന്റുകൾ അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് അതിനാവശ്യമായ രീതിയിലുള്ള കയ്യും മെയ്യും മറന്ന സഹായമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ ഇടതുപക്ഷ ഭരണത്തിൽ അതല്ല നമ്മൾ കാണുന്നത്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുവദിച്ച ഫണ്ടുകളെ പിടിച്ചു വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെയാണ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനരോഷം ഉയരുക. അതിനനുസൃതമായ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഇവിടെ ഉണ്ടാകും. അത് ഞങ്ങൾ ഇടതുപക്ഷത്തെ സുഹൃത്തുക്കളെ അത് ഓർമ്മിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ കാലത്തും തിരുനാവായ പഞ്ചായത്തിൽ പ്രസിഡന്റ് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും അന്ന് മുന്നണി സംവിധാനത്തിൽ ഒറ്റയ്ക്ക് നിന്ന് 13 സീറ്റുകൾ നേടിക്കൊണ്ട് അധികാരത്തിൽ വന്നിട്ടുണ്ടെന്നും ദേശീയ അസിസ്റ്റന്റ് സെക്രട്ടറി MP മുഹമ്മദ് കോയ പറഞ്ഞു. UDFന്റെ ധാരണ പ്രകാരമാണ് ഇങ്ങനെ ഒരു പ്രസിഡന്റ്ഷിപ്പും വൈസ് പ്രസിഡന്റ്ഷിപ്പിലുള്ള ഒരു മാറ്റം ഇവിടെ ഉണ്ടായിട്ടുള്ളത്. UDFന്റെ ധാരണ പ്രകാരം യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ തന്നെയാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത്. കൃത്യമായി എല്ലാ മെമ്പേഴ്സിന്റെയും പൂർണ്ണമായ സഹകരണം UDFന് ഉണ്ടായിട്ടുണ്ട്. മറ്റു കുറെ അനാവശ്യ പ്രചരണങ്ങളൊക്കെ ഇവിടെ ഇടതുപക്ഷങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അസ്ഥാനത്താണ് എന്നാണ് ഈ 2 തെരഞ്ഞെടുപ്പുകളിലെയും ഇവിടെ ബോധ്യപ്പെടുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF സംവിധാനം എന്ന് പറഞ്ഞാൽ കേരളം ഒട്ടൊക്കെ ഒരു സംവിധാനം നിൽക്കുക. അപ്പോൾ ആ UDF എടുക്കുന്ന തീരുമാനത്തോടൊപ്പം പഞ്ചായത്തിലെ UDF മുന്നോട്ട് പോകും ഐക്യത്തോട് കൂടി തന്നെ. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്യും. UDF ഒറ്റക്കെട്ടാണെന്നും ഇടതുപക്ഷം പറയുന്നത് പോലെ ഒന്നുമില്ല എന്നും പഞ്ചായത്ത് UDF നേതാക്കളും പറഞ്ഞു. ന്യൂസ് 99 തിരൂർ. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.